ഹലോ, നമ്മളുടെ ഇന്നത്തെ റെസിപ്പി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാധാരണ സിമ്പിളായിട്ടുള്ള ഒരു ബീഫ് കറിയാണ്. ഇത് നമ്മൾ ആകെ യൂസ് ചെയ്യണത് ബീഫ് കറിയുടെ മസാല മാത്രം യൂസ് ചെയ്തിട്ടുള്ള ഒരു ബീഫ് കറിയാണ് കേട്ടോ. അതായത് ഒരൊറ്റ മസാല, ബീഫ് മസാല മാത്രം യൂസ് ചെയ്തിട്ടുള്ളത്. നമ്മൾ സാധാരണ വീട്ടിലൊക്കെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഈസി മെത്തേഡാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 കിലോയോളം ബീഫ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ബീഫ് ആദ്യം ഒന്ന് വേവിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് കുക്കറിലേക്ക് ഇട്ടിട്ട് അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി നന്നായിട്ട് ചതച്ചത്, ഒരു 3/4 ടേബിൾ സ്പൂൺ അളവിൽ, അര ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, ഇത്രയും സാധനങ്ങൾ ചേർത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒട്ടും തന്നെ വെള്ളം ഒഴിക്കാതെ നമ്മളൊന്ന് കുക്കറിലൊന്ന് ജസ്റ്റ് ഒന്ന് വേവിച്ചെടുക്കുകയാണ്. അപ്പോൾ ഞാനിവിടെ ചെയ്തെടുക്കാറ് ഒറ്റ വിസിൽ കഴിഞ്ഞിട്ട് ഒരു 10-15 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്യും. അതാകുമ്പോൾ കറക്റ്റായിട്ട് ബീഫ് നമുക്ക് വെന്ത് കിട്ടും. അപ്പോൾ നിങ്ങൾ ചെയ്യണ രീതിയിൽ നിങ്ങളൊന്ന് വേവിച്ചെടുക്കുക. ഇനി അതിൻ്റെ ഗ്രേവിയൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് മസാലകൾ, 4 ഏലക്ക, 4 ഗ്രാമ്പു, അതുപോലെ 2 ചെറിയ കഷ്ണം കറുവപ്പട്ട, ഇത്രയും സാധനങ്ങളാണ് എടുത്തേക്കുന്നത്. അപ്പോൾ അത് ആ വെളിച്ചെണ്ണയിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചെടുക്കുക. ഇനി അതിലേക്ക് അത്യാവശ്യം 2 വലിയ സവാള ഒന്ന് സ്ലൈസായിട്ട് കട്ട് ചെയ്തിട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിലേക്ക് കുറച്ച് ചെറിയുള്ളിയും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. ഒരുപാടൊന്നുമില്ല, ഒരു അരിഞ്ഞെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 3/4 കപ്പ് അളവിൽ കാണുള്ളൂ. അത്രയും അളവിൽ ചെറിയുള്ളിയും കൂടെ ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സവാളൊക്കെ ഒന്ന് വാടിയതിന് ശേഷം ഉള്ളി ചേർക്കുക. അതുപോലെ ഒരു 3-4 പച്ചമുളകും ആവശ്യത്തിന് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. സവാളയും അതുപോലെ ഇതൊക്കെ നന്നായിട്ടൊന്ന് വഴണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് കൂടെ ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത്, സവാളയുടെ കളറൊക്കെ ഒന്ന് മാറി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് നമ്മൾ മീറ്റ് മസാലയാണ്. അപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്യുന്നത് മദേഴ്സിൻ്റെ മീറ്റ് മസാല വെച്ചിട്ട് അത് മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ, വേറെ പൊടികളൊന്നും യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു മീറ്റ് മസാലയിൽ നിന്ന് ഞാനിവിടെ ഒരു 3-3/4 ടേബിൾ സ്പൂൺ അളവിൽ മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതാണ് കറക്റ്റ് 1 കിലോയ്ക്കുള്ള ആ ഒരു കണക്ക്. അപ്പോൾ 3-3/4 മുതൽ 4 ടേബിൾ സ്പൂൺ വരെ ചേർക്കാം. അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. നന്നായിട്ട് വഴറ്റി ആ പൊടിയൊക്കെ ഒന്ന് നന്നായിട്ട് മൂത്ത് വരുമ്പോൾ നമുക്കിതിലേക്ക് 2 ചെറിയ തക്കാളിയുടെ പേസ്റ്റ് അതും കൂടെ ചേർത്തിട്ട് ആ തക്കാളിയുടെ ടേസ്റ്റൊക്കെ ഒന്ന് മാറി കിട്ടണം, ഒന്ന് വഴണ്ട് കിട്ടണം. അതിന് വേണ്ടിയിട്ട് കുറച്ച് നേരം ഒന്ന് ലോ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്യട്ടോ. അപ്പോൾ നന്നായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള ബീഫ്, കറക്റ്റ് വേവിലാണ് ഞാൻ ബീഫ് എടുത്തിട്ടുള്ളത്. ഒരുപാട് ഇളയ ബീഫാണെന്നുണ്ടെങ്കിൽ ഒരുപാട് വേവിച്ച് അത് ഉടച്ചെടുക്കരുത്, ആ ഒരു കറക്റ്റ് വേവിന് എടുക്കുക കേട്ടോ. അപ്പോൾ അതും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് തിളപ്പിക്കുക. കറിയൊന്ന് നന്നായിട്ടൊന്ന് പറ്റിച്ചെടുക്കുക. അപ്പോൾ ഈ ഒരു സെമി ആയിട്ടുള്ള ഒരു ഗ്രേവിയിൽ എടുക്കുക കേട്ടോ. ഇത്രയേ ഉള്ളൂ, വളരെ ടേസ്റ്റി ആയിട്ട്, ഒപ്പം തന്നെ വളരെ ഈസി ആയിട്ടും എല്ലാ ബിഗിനേഴ്സിനും ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ ഇതുപോലെ മീറ്റ് മസാല വെച്ചിട്ട് വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്.